പ്രിയപ്പെട്ട ഐമു വായിച്ചറിയാൻ. ആഴ്ചകൾക്ക് ശേഷം ഞാൻ എഴുതുന്ന കത്ത്. മൈക്കിനെയാണോ മമ്മൂട്ടീനെയാണോ ഇഷ്ടം ആലോചിക്കിട്ടോന്നും പറഞ്ഞു പോയ പോക്കല്ലേ. പോണ പോക്കിൽ പനി പിടിച്ചു കിടപ്പിലായിപ്പോയി. ഒന്നും തോന്നരുത് ഐമു. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കിടയിൽ ഏത് പ്രേമവും ഒന്ന് സ്ലോ ആവും. അല്ല, കുറച്ചു ദിവസം കാണാണ്ടായപ്പോ ഞാൻ ആ വഴിയങ്ങ് പോയിന്ന് വിചാരിച്ചോ? അങ്ങനെ തീർന്നു പോന്നാണോ എന്റെ മമ്മൂട്ടി പ്രേമം? ഒരു കാര്യം അറിയോ, എന്നെപ്പോ എല്ലാരും മമ്മൂട്ടിക്കുട്ടിന്നാ വിളിക്കുന്നേ. ചില എംബ്രോണ്ടന്മാര് കുറ്റിയിൽ ചാണ്ടീന്നും പ്രിയമുള്ള ചാണ്ടിക്കുഞ്ഞെന്നൊക്കെ വിളിച്ച് മക്കാറാക്കുന്നുണ്ട്. സാരല്ല, നിങ്ങൾക്ക് വേണ്ടി എന്തും ഞാൻ സഹിക്കും. ഇന്ന് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസാ. സന്തോഷമല്ല, വല്ലാത്ത സമാധാനം. ഓർക്കാപ്പുറത്തൊരു ദിവസം ഒരാളെന്നെ വിളിച്ച് കേൾക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞു. അന്ന് ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. എന്തോ ഒരു വല്ലാത്ത ഉരുക്കം തട്ടല്. ഒരു പനി പോലും വരാത്തത് ഇന്റെയും കൂടി പ്രാർത്ഥന കൊണ്ടാന്നാ ഞാൻ വിചാരിച്ചിരുന്നേ. എവിടെയാ എന്താക്കാന്നൊന്നും അറിയാൻ പറ്റാണ്ട് ഇത്ര ദൂരത്തുനിന്ന് ഞാൻ എന്താ ചെയ്യാ? എന്തായാലും ഓഗസ്റ്റ് 19 അങ്ങനെയൊന്നും മറക്കാൻ പറ്റാത്തൊരു ദിവസാ. നിങ്ങളെ സ്നേഹിക്കുന്ന കുറേ മനുഷ്യന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം തന്ന ദിവസം. സത്യം പറഞ്ഞാ ഇത്രയും ദിവസം ഞങ്ങളാരും ദൈവത്തിന് ഒരു സൗകര്യവും കൊടുത്തിട്ടില്ല. അച്ഛൻ പോയതിനു ശേഷം എനിക്കിപ്പോ വേണ്ടപ്പെട്ടവർക്കൊരു മേക്കാച്ചിൽ വന്നാൽ പോലും വല്ലാത്തൊരു പേടിയാ. നിന്റെ പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര വിശ്വാസാന്നും പറഞ്ഞ് ബാസി എന്നെ സമാധാനിപ്പിച്ചേ. ബാസി കട്ട മോഹൻലാൽ ഫാനാട്ടോ. അഴകിയ പാടി എന്നെ എപ്പോഴും കളിയാക്കാറും ഉണ്ട്. എന്നിട്ടും ഓള് പോലും നിങ്ങൾക്ക് വേണ്ടി ഉരുകയായിരുന്നു. വേഗം തിരിച്ചു വരാൻ വേണ്ടി ഞാനൊരു നേർച്ച നടന്നിട്ടുണ്ട്. ലേശം പൈസ ചെലവുള്ള കേസാ. സാരല്ല, നമ്മക്കിന്റെ വള പണയം വെക്കാം. എന്താ നേർന്നത്? എന്നാലും എന്താ നീ നേർന്നതെന്ന് ചോദിച്ച് ഭർത്താവ് പിന്നാലെ നടക്കുന്നുണ്ട്. ഏയ്, ഇതങ്ങനെ കായികമായ നേർച്ചയൊന്നുമല്ല. പിന്നെന്ത് നേർച്ചയാ നീ നേർന്നത്? എനിക്ക് കുറച്ച് പൈസ തന്നാ മതി, നിങ്ങൾ വേറെ ഒന്നും അറിയണ്ട. ഓ, പൈസ മതിയില്ലേ? എന്നാ 200 ഉറുപ്പ്യുണ്ട്. ഇഷ്ടമുള്ള നേർച്ച എന്താന്ന് വെച്ചാ എന്റെ മോള് പോയി ചെയ്തോ. ഇത് ഉണ്ടിയിലിടാൻ തികയില്ലല്ലോ. ഉണ്ടി ഭണ്ഡാരം. എന്നാ ശരി, എത്ര രൂപ വേണം? ഒരു 50,000 ഉറുപ്പ്യ, 50K. അപ്പ പോയതാ ബോധം. എനിക്ക് എന്നേലും പ്രസവിക്കാൻ മൂട് വന്നാ അതൊരു പെൺകുഞ്ഞ് തന്നെ ആവണമെന്നും പറഞ്ഞ് ഞാനൊരു മുട്ട നേർന്നിരുന്നു പണ്ട് വേളാങ്കണ്ണിക്ക്. മാതാവിനാണെങ്കിൽ ഇപ്പം ഭയങ്കര കൺഫ്യൂഷൻ. അല്ല, ഇതിപ്പോ എന്തിനുള്ള മുട്ടയാ? ആദ്യം പറഞ്ഞു പെൺകുഞ്ഞു വേണമെന്ന്, ഇപ്പൊ പറയുന്നു വേറെ ഏതോ ചങ്ങയ്ക്ക് വേണ്ടിയിട്ടാന്ന്. നീ ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിക്ക്. അപ്പം ഞാൻ പറഞ്ഞു മുട്ടയുടെ ഉണ്ണി മമ്മൂട്ടിക്ക്, വെള്ള മോൾക്ക്. ഇപ്പൊ ഓടുന്ന ഈ പെട്രോളിൽ പകുതി ഞാൻ അടിച്ചതാ, അത് ഓർമ്മയുണ്ടായാ മതി. അതുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് പെരുത്ത് നന്ദിയുണ്ട് കള്ള ബലാലേന്ന് പറഞ്ഞ് വേഗം മറുപടി എഴുതിക്കോ. ഒന്ന് മാറി നിന്നപ്പോ ഉള്ളോണ്ട് ഇത്തിരിയെങ്കിലും സന്തോഷിച്ചവരും ഉണ്ട്. ഒക്കത്തിന് നമുക്ക് സിനിമയിലൂടെ തന്നെ പകരം ചോദിക്കണം. പിന്നെ സാധാരണ ഒരു പനിയൊക്കെ പനിച്ച് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ അച്ഛൻ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലോൺ എന്തേലും ആഗ്രഹം ഉണ്ടോന്ന്. അതുപോലെ ഞാനും ചോദിക്കട്ടെ, മമ്മൂട്ടിക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഞാൻ വിചാരിച്ചാലും നടക്കും. കുന്നോറം മലയുടെ അറ്റത്ത് പോയി ഇരുന്ന് കപ്പയും മീനും കഴിക്കണോ? അതോ ഒറ്റപ്പാല സ്റ്റേഷനിലൂടെ നട്ടപ്പാതിരയ്ക്ക് കൈയും വീശി നടക്കണോ? എന്നോട് പറഞ്ഞോ, ഞാൻ കൊണ്ടുപോവില്ല എന്റെ കുട്ടീനെ. നമുക്കേ വയസ്സന്റെ മേക്കപ്പ് ഇട്ടിട്ട് ഇറങ്ങാം. അല്ലേ മുള്ളൻ ചന്ദ്രപ്പന്റെ വിഗും പിന്നെ തോണി പോലത്തെ ഒരു മീശയും വെക്കാം. അപ്പൊ ആർക്കും മനസ്സിലാവില്ല. എന്നെ പിന്നെ അല്ലേലും ആർക്കും മനസ്സിലാവില്ലല്ലോ. അതെ, എനിക്ക് എത്ര ഇഷ്ടാന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലോ. എത്ര സ്നേഹാന്ന് ചോദിച്ചാ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നാലും തീരാത്ത സ്നേഹം. എത്ര മെസ്സേജാ എനിക്ക് വരുന്നതെന്നറിയോ? എവിടെ പോയി, കാണാനില്ലല്ലോ, അറിഞ്ഞില്ലേ മമ്മൂട്ടിക്ക് സുഖായിന്നൊക്കെ. ഇനി എഴുതണ്ടെന്ന് വിചാരിച്ചതാ. എന്താന്നറിയോ, മമ്മൂട്ടിക്കത്ത് കണ്ട് ഒരാള് മാത്രം എന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി. അയാള് പറയാ ഇതൊക്കെ ഞാൻ ആളാവാൻ വേണ്ടി ചെയ്യാന്ന്. നിങ്ങള് പറ, ഇതൊക്കെ കള്ളത്തരാന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? വീതം വെക്കാൻ ഇത്രയും മനുഷ്യന്മാരുണ്ട്, എനിക്കൊരു തുള്ളി പോലും കിട്ടൂലെന്ന് അറിയുകയും ചെയ്യാം. എന്നിട്ടും കളിപ്പാട്ടം കിട്ടിയ കുട്ടീനെ പോലെ എന്റെ ഇഷ്ടം എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പെൺകുട്ടികൾക്കൊരു പ്രശ്നമുണ്ട്, ഒരു ഇഷ്ടം തോന്നിയാ ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞില്ലേ ഒരു സമാധാനം കിട്ടൂല. എന്നെ ആരും അറിയണ്ട, പക്ഷെ എന്റെ മമ്മൂട്ടി പ്രേമം എല്ലാരും അറിയണം. ഇന്നലെ വന്നൊരു മെസ്സേജാ എന്നെ കൊണ്ട് വീണ്ടും എഴുതിച്ചേ. ഒരു മമ്മൂട്ടി പ്രാന്തൻ. അറിഞ്ഞിരുന്നോ മമ്മൂട്ടിക്ക് സുഖായി? VK ശ്രീരാമന്റെ എഴുത്ത് വായിച്ചപ്പോ ഇങ്ങളെ ഓർമ്മ വന്നേ. ഇപ്പോഴാ ഒന്ന് ശ്വാസം വീണത്. ഇങ്ങക്ക് സുഖായിന്ന് അറിഞ്ഞപ്പം ആദ്യം എന്നെ ആലോചിച്ച 3-4 പേരെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്കുണ്ടായൊരു സന്തോഷം. അയാള് മാത്രല്ല, വേറെയും കുറെ മനുഷ്യന്മാര് നീണ്ട മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ എല്ലാവർക്കും മമ്മൂട്ടി പ്രേമം. നിങ്ങൾക്ക് എന്തിനാ ഇത്രയും പ്രേമം? കിട്ടുന്നതെന്ന് ലേശം എടുത്ത് ഏതെങ്കിലും പാങ്ങൊക്കെ കൊടുത്തൂടെ? എനിക്ക് നിങ്ങളെ
പിറകിൽ നിന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുക മനുഷ്യ. ഞാനേ ഒരു ഉമ്മ വരട്ടെ. ഇനി ഒരു തലവേന പോലും വരൂല. ഇനി അങ്ങോട്ട് എല്ലാ വിശാഖത്തിലും മാരിയമ്മൻ കോവിലില് ഒരായുർസൂക്ത പുഷ്പാഞ്ജലി മുടങ്ങാണ്ട് നടക്കും. പിന്നെണ്ടല്ലോ, പഴയ കത്തില് എനിക്ക് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെന്താ അറിയോ, ഒരു പ്രാവശ്യം കണ്ട ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നും. ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തായാലും വീണ്ടും ഗോദയിലേക്ക് ഇറങ്ങിയോണ്ട് പറയാ, ദയവ് ചെയ്ത് സിനിമയ്ക്ക് പേരിടരുത്. തണുപ്പുള്ളൊരു ഒഴുക്കൻ കുപ്പായ ഇട്ട് നിറയെ ആൾക്കൂട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ബെഞ്ചിലിരിക്കാനും ഒരു കഷ്ണം മുട്ടായി പൊട്ടിച്ചു കൊടുത്ത് അത്ര അപരിചിതനായ ഒരാളോട് വെറുതെ സുഖാണോ, എന്തെങ്കിലും കഴിച്ചോ, നല്ല വെയിൽ അല്ലേ, നല്ലൊരു മഴ പെയ്യാൻ പോകുന്ന പോലെ. ഈ അടുത്തിടെ ഏത് സിനിമ കണ്ടു, മമ്മൂട്ടി തിരിച്ചു വന്നപ്പം ജീവൻ തിരിച്ചു കിട്ടിയ പോലെ എന്നൊക്കെ വെറുതെ മിണ്ടാനും പറയാനും തോന്നുന്നു. പ്രിയപ്പെട്ട ഐമു, മുഖം നിറയെ ഉമ്മകൾ. ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ ദൈവത്തെക്കാൾ നിങ്ങളുടെ ഉമ്മയോടാ പ്രാർത്ഥിച്ചേ. എനിക്കറിയായിരുന്നു ഉമ്മ പറഞ്ഞാൽ ദൈവം കേൾക്കുന്നു. പടച്ചോനും പിന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ മനുഷ്യന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, മമ്മൂട്ടിക്കുട്ടി.